ഹലോ. അപ്പം ഇന്ന് എനിക്ക് ജലദോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. അങ്ങനെ മോർണിംഗിൽ എണീക്കാൻ ഞാൻ നേരം വൈകിയിട്ടുണ്ട്. കാര്യം ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗിൽ കുറച്ച് നേരം കിടക്കലുണ്ട്. ഭയങ്കര മടി എനിക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉമ്മ ഇവിടെ ദോശ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീച്ച് വന്നതിന് ശേഷം ഞാൻ കഴിക്കാം കേട്ടോ. അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പിയുമ്മയും ഞാനേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഉപ്പിയുമ്മയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ തന്നെ ചായ ചൂടാക്കാം കേട്ടോ. ചായയൊക്കെ ചൂടാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ചായ ഒന്ന് ചൂടാക്കുകയാണ്. പിന്നെ എനിക്ക് പാൽ ചായനോട് വലിയ താല്പര്യമില്ല കേട്ടോ, മോർണിംഗിലേ കുടിക്കാൻ. എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും കടീൻ്റെ കൂടെയൊക്കെ കട്ടൻ ചായ എനിക്ക് പോവുള്ളൂ. പാൽ ചായ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെ കുടിക്കുന്നല്ലാണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് കട്ടൻ ചായ കേട്ടോ ഇഷ്ടം. അങ്ങനത്തെ ഞാൻ ദോശയും കറിയൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യം ഉമ്മ കുളിക്കുകയാണ്. ഉപ്പ പുറത്തെങ്ങോ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നേരം വൈകി എണീക്കണോണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചായ കുടിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിളൊന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു. ഭയങ്കര ക്ലീനിങ് അല്ല, എന്നാലും എനിക്കിങ്ങനെ പരന്ന് കിടക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. മറ്റേത് നമുക്ക് നമ്മളെ മനസ്സെന്തോ പോലെ ഇടങ്ങാറുള്ള പോലെ തോന്നുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ക്ലീൻ ചെയ്ത്. പിന്നെ അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്ടായിരുന്നു. ഞാനിന്ന് വെണ്ടക്ക കറി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാനോട്. അപ്പോൾ എനിക്ക് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തതുമ്പോൾ ഞാൻ നോക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ കുക്കിങ്ങിനോട് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. എനിക്ക് ലീവ് ഉണ്ടാകുമ്പോൾ, ഓഫീസൊക്കെ ഇങ്ങനെ ലീവ് ആകുമ്പോൾ ഞാൻ ഉമ്മക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. എനിക്ക് എന്ത് കുക്കിങ്ങും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കേക്ക്, പുഡിങ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ മടിയായിരിക്കും. ആ കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ കേക്ക്, പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കാമെന്ന് മാത്രം. അങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ കടുക്, ഉലുവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണോ ഈ വെണ്ടക്ക കറി വെക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ എന്തെല്ലോ കാട്ടി കൂട്ടി വെക്കലാട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. നല്ലൊരു എരിവും പുളിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല കറിക്ക്. അപ്പോൾ എനിക്ക് തേങ്ങ അരച്ച കറീനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലും കറിയാണ്. എനിക്ക് പിന്നെ മീൻ കറീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കറികളാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കൊക്കെ എന്താണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കിച്ചണിൽ ആരും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒറ്റക്കായിരിക്കണം. ഉമ്മാനെ പോലും ഞാൻ വേഗം പറഞ്ഞയക്കും കേട്ടോ. കാര്യം നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാവണം. അങ്ങനെ എത്ര പേരുണ്ട്? എനിക്ക് അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാനിപ്പം മത്തൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. എന്നാലും ഞാനൊരു ദിവസത്തെ വീഡിയോ ഇടല്ല, അപ്പം നിങ്ങൾക്കും കൂടി ഷൂട്ട് ചെയ്യുകയാണ് ഞാൻ. എനിക്കിതൊന്നും ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പം ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതവിടെ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. മാങ്ങ ചമ്മന്തി കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുളകുകളുണ്ട്. അപ്പോൾ ഞാൻ അത് പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഈ മുളകിന് എന്താ പറയലെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയൂല. ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് ഈ ഒരു മുളക് കിടക്കുന്നത് കേട്ടോ. ഒരുപാട് ഉണ്ടായിരിക്കും കേട്ടോ. കുറേ മുളകുകൾ ഉണ്ടാവലുണ്ട്. അങ്ങനെ ഇത് നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മത്തൻ വേവിച്ചതിലേക്ക് നമ്മൾ ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇവിടെ മത്തൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വറവൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മത്തൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചമ്മന്തിക്കുള്ള പ്രിപ്പറേഷൻ ആട്ടോ. ഇവിടെ ഉള്ളി തൊലിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തണുത്തത് എന്തായാലും എനിക്ക് കുടിക്കാൻ പറ്റില്ല, തൊണ്ടവേദനയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്പുച്ചിനോ ഉണ്ടാക്കാമെന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ. നമ്മൾ ചുടുവെള്ളം ഒഴിക്കുമല്ലോ, അപ്പോൾ അത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ അതിന്മേക്കൊന്നും വല്ലാണ്ട് മെനക്കെടാൻ നിന്നില്ല കേട്ടോ. ഞാൻ പറ്റണത്ര ബീറ്റ് ചെയ്തിട്ട് ഞാൻ നല്ല ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും മേലെ നന്നായിട്ട് നല്ല എന്താ പറയുക പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ ആസ്വദിച്ചിരുന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. എനിക്ക് കോഫി നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് നല്ല ചൂട് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും കുറച്ച് കുറച്ചധികം ഡ്രസ്സുകൾ അലക്കാണ്ടായിരുന്നു കേട്ടോ. കാര്യം ലീവുള്ള ദിവസമോ അല്ലെങ്കിൽ ഓഫീസൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈമില്ല എന്ന് പറയുന്നത് നമ്മളൊരു കാരണം പറയുകയാണല്ലേ. നമ്മൾ ഫോണിൽ കളിക്കുന്ന നേരമൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാം. പക്ഷേ നമ്മളൊരു കാരണം പറഞ്ഞിട്ട് തീരെ ടൈമില്ല എന്ന് പറയും നമ്മൾ. പക്ഷെ അതൊരു കാരണം വെച്ചിട്ട് നമ്മൾ പറയേണ്ടത് വെച്ചിട്ട് പറയാണ്. അപ്പോൾ ഞാനതിങ്ങനെ കൂട്ടി വെക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ്, ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ എനിക്ക് ഒഴിവുള്ള ദിവസം എന്തെങ്കിലും ഞാനിങ്ങനെ അലക്കലായിരിക്കും. അപ്പം അങ്ങനെ എന്നിട്ട് ഇനിയിതിപ്പോൾ വിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ മഴയുള്ള കാരണമായതുകൊണ്ട് നമ്മളിപ്പോൾ മേലെ ഡൈനിങ് ഹാളിലാണ് നമ്മൾ ഇത് വിരിക്കൽ കേട്ടോ. അങ്ങനെ ഞാൻ വിരിച്ച് താഴെ എത്തിയപ്പോഴത്തേക്കും ഉപ്പ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2 ഐറ്റം മാങ്ങ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ മാങ്ങ ഏതായാലും സേലം മാങ്ങ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട നല്ല ടേസ്റ്റുള്ള ആ ഒരു മാങ്ങയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം കുറച്ച് പണികളും കൂടി ഉണ്ട്. ആ മാങ്ങയൊക്കെ ഞാൻ വേഗം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴുള്ള ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അതിൻ്റെ ഷെൽഫിലേക്ക് എനിക്ക് എടുത്ത് വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുകയാണ്. അപ്പം ഇന്ന് എനിക്ക് ലീവ് ഉണ്ടായതുകൊണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ കേട്ടോ. ഉപ്പിമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. കാര്യം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാതും എനിക്ക് പതിയെ ചെയ്യാൻ പറ്റുള്ളൂ, കാണിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഇന്നെ വെയിറ്റ് ആക്കണ്ട, നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാനാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു, മത്തൻകൂട്ട ഉണ്ടായിരുന്നു. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം കേട്ടോ, മാങ്ങ ചമ്മന്തി. അങ്ങനെ ഉച്ചക്കത്തെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ച് പാടെ ഞാൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ആക്കാമെന്നാട്ടോ വിചാരിച്ചു. ചിക്കൻ സാൻഡ്വിച്ച് ആക്കാമെന്നാണ്. കാര്യം ഇവിടെ ബ്രെഡ് ഉണ്ട് കേട്ടോ. ബ്രെഡ് ആരും അങ്ങനെ കഴിക്കൂല. അപ്പോൾ പിന്നെ എന്തേലും ആക്കിയാണ്ട് കഴിച്ചോളല്ലോ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ മയോണൈസ് സ്പെഷ്യലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസാണ്. പാല് പിരിയിച്ചിട്ട് നമ്മൾ അങ്ങനെ ആക്കുമല്ലോ, ആ ഒരു ടൈപ്പ് മയോണൈസ് ആട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഉപ്പ പിന്നെ മയോണൈസ് കൂട്ടൂല, അപ്പോൾ ഉപ്പാക്ക് മയോണൈസ് ഇല്ലാണ്ട് നമ്മൾ സാൻഡ്വിച്ച് ആക്കൽ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൽ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് പെപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വേണമല്ലോ സാൻഡ്വിച്ചിന്. അപ്പോൾ അന്നേരം ഞാൻ കുറച്ച് കക്കരിക്കും ക്യാപ്സിക്കും കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കറിൽ ഇതൊന്ന് ആക്കിയെടുക്കുക. പെട്ടെന്നാവും. എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് എങ്ങോ അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകില്ല തോന്നുന്നു. പെട്ടെന്നാവും കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ടൈമിൽ 2 എണ്ണ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. 2 ബ്രെഡ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, 2 സാൻഡ്വിച്ച് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ 3 പേരാണല്ലോ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കിത് ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം. അത്രയും ഭയങ്കര ഫില്ലിങ്സുമാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബ്രെഡ് ക്രംസിലും അതുപോലെ എഗ്ഗിൻ്റെ ഇതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കണ്ടെയ്നേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കും അങ്ങനെ. എന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റിൽ ഇന്ന് മാഗിയാണ് എനിക്ക്. അപ്പം മാഗിയും കൂട്ടി ഇന്നത്തെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.